നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞോ സർ? ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും വരേണ്ടി വരും. യു ആർ വെൽക്കം. ഒരു കുറ്റവാളിയെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ്. വക്കീലിനത് അറിയാലോ? അറിയാം സർ. കുറ്റവാളിയെ ഒളിപ്പിച്ചു എന്നതിന് ശക്തമായ തെളിവുണ്ടെങ്കിൽ. ഹലോ മോനെ, എന്താ പറ്റിയത്? എന്തിനാ മുങ്കരയുന്നത്? പോലീസ് എന്നെ പിടിക്കാൻ വന്നു. എല്ലാരും പിടിച്ചോണ്ട് പോയി. പോലീസ് ആരെയും പിടിച്ചോണ്ട് പോയിട്ടില്ല, കൊണ്ടുപോയിട്ടുമില്ല. ദാ നോക്ക്, മുത്തച്ഛനും ചേച്ചിയും ഒക്കെ ഒന്നെ മുമ്പിൽ തന്നെയല്ലേ നിൽക്കുന്നത്. നീരജ ചേച്ചി പോലീസ് പിടിച്ചോണ്ട് പോയി. നീരജ ചേച്ചിയെ പിടിച്ചോണ്ട് പോയിട്ടില്ല, ചേച്ചി അപ്പുറത്തുണ്ട്. നമ്മളെ ആരെയും പോലീസ് ഒന്നും ചെയ്യില്ല. അലോക് മോൻ ധൈര്യമായിട്ടിരുന്ന് വീഡിയോ ഗെയിം കളിച്ചോ? അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയതുപോലെ എന്നെയും പോലീസ് പിടിച്ചോണ്ട് പോവും. എല്ലാരെയും കൊണ്ടുപോകും. പോലീസ് ഇരച്ചു കയറി മുറിയിൽ വന്നത് കുട്ടിയുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മനസാക്ഷിയില്ലാത്ത റെയ്ഡായിരുന്നല്ലോ അത്. കൊള്ളക്കാരെ പിടിക്കാൻ വന്നതുപോലെ. ഞാൻ പോലും നടുങ്ങി തെറിച്ച എഴുന്നേറ്റത്. മോൻ കരയാതിനെ. ഇനി പോലീസ് വന്നാലേ അവരെ ഈ പരിസരത്ത് പോലും അടുപ്പിക്കില്ല മുത്തച്ഛൻ. മുത്തച്ഛനാ പറയുന്നത്. മുത്തശ്ശ, എന്താ മോനെ? എനിക്കും ജയിലിൽ പോണം. എന്തിനാ നീ ജയിലിൽ പോകുന്നത്? അതിന് നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മ കുറ്റമൊന്നും ചെയ്യാതെയാണല്ലോ ജയിലിൽ കിടക്കുന്നത്. ശരണ്യെ, പരസ്പര ബന്ധമില്ലാതെയാണല്ലോ മോൻ ഓരോന്ന് പറയുന്നത്. ഇവന്റെ മനസ്സിന് കാര്യമായ ഉലച്ചിൽ തട്ടിയിട്ടുണ്ട്. ജയിലിൽ പോണം, അമ്മയെ കാണണം. അവിടെ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കും. മോനെ, ഏതെങ്കിലും ദിവസം നമുക്ക് അമ്മയടുത്ത് പോവാം. ഇപ്പൊ പോണം. ഇപ്പൊ ചെന്നാല് അങ്ങോട്ട് നമ്മളെ കയറ്റില്ല. അതിന് പ്രത്യേക അനുമതിയൊക്കെ വാങ്ങിക്കണം. ചേച്ചി നാളെ അനുമതി മേടിച്ചിട്ട് നമുക്ക് ഉടനെ പോവാം. ശരണ്യെ, ഇവനെ എത്രയും പെട്ടെന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണം. ഈ വീട്ടിലെ അന്തരീക്ഷം അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലുള്ള സംഗതികളാണല്ലോ കുറച്ചായി ഇവിടെ നടക്കുന്നത്. കൊച്ചു മനസ്സിന് താങ്ങാൻ പറ്റുന്ന ഒന്നും അല്ല ഇതൊക്കെ. ശരിയാ മുത്തശ്ശൻ പറഞ്ഞത്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ആലോകിനെ കുറച്ചു ദിവസം ഈ ചുറ്റുപാടിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് നല്ലത് തന്നെയാ. നിളയുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങിയാൽ മോൻ നോർമലാവും. അലോകെ, നമുക്ക് നിളയുടെ വീട്ടിലേക്ക് പോയാലോ? ആ കുറുപ്പിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അലോകിനെ അയാളോടൊപ്പം ശിവദാസിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. എന്തു പറയുന്നു മോളെ? അങ്ങനെയാകാം മുത്തശ്ശ. കുറുപ്പിന് അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. ശരി.
സന്തോഷായോ നിനക്ക്? ആ സന്തോഷായി. കരയണ്ട കേട്ടോ. എന്റെ പൊന്നുമോളെ വിഷമിക്കരുത്. ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം, അത്രേ ഉള്ളൂ. ഒരു ടൂർ പോകുന്ന പോലെ വിചാരിച്ചാൽ മതി. ഞാൻ കാരണം നിങ്ങളെല്ലാവരും. അങ്ങനെ ഒരു അനാവശ്യ ചിന്തയും മോൾക്ക് വേണ്ട. ഒരു കാരണവശാലും നീ മനസ്സ് കൈവിടരുത്. എന്തിനു വേണ്ടിയും ഏത് സാഹചര്യത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് പറ്റിയ കൈപ്പിഴ നിയമത്തിന് മുന്നിൽ ഒരു കുറ്റകൃത്യമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാനും പാടാ. അവൻ മരണപ്പെട്ടതാ നമ്മളെയൊക്കെ കുഴയ്ക്കുന്നത്. ആ മരണത്തിൽ നമുക്ക് പങ്കില്ലെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടുന്നത് വരെ അമ്മയെപ്പോലെ നീ ഊരാക്കുടുക്കിൽ പെടും. ചേച്ചിയൊരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. അത് കിട്ടുന്നത് വരെ നിന്നെ പോലീസുകാർക്ക് പിച്ച് ചീന്താൻ ഈ ചേച്ചി വിട്ടുകൊടുക്കില്ല. എന്റെ മോള് സമാധാനായിട്ട് പോ. ദൈവം നമുക്കൊപ്പം ഉണ്ട്. അതുകൊണ്ടാ പോലീസുകാരുടെ കണ്ണിൽ നിന്നും നീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആ ദൈവം കുറച്ച് ദിവസത്തെ കൂടി നിന്നെ കാത്തോളും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരുമില്ലാതെ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക്. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എന്റെ ഒപ്പം മുത്തശ്ശനല്ലേ ഇവിടെ? സ്വാമിനാഥൻ സാറല്ലേ? എല്ലാത്തിനും മേലെ എന്റെ നന്ദനില്ല എന്റെ ഒപ്പം. നിർമ്മലിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും അവിടെ റെഡിയാണ്. ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല. എന്നെ വിളിക്കാനോ ബന്ധപ്പെടാനോ നീ ശ്രമിക്കരുത്. ആരുടെയൊക്കെ ഫോൺ നമ്പർ പോലീസ് ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എന്തുണ്ടെങ്കിലും നിർമ്മൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അവരെന്നെ അറിയിച്ചോളൂ.